നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാണ് നമ്മൾക്ക് തന്നെ ഒരു ചേഞ്ചസ് ഇപ്പോൾ തന്നെ സ്ത്രീകളിലാണെങ്കിൽ ഒരു PMS നമ്മൾ പറയില്ലേ, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അല്ലെങ്കിൽ ഡ്യൂറിങ് മെൻസ്ട്രൽ സിൻഡ്രോം അല്ലെങ്കിൽ പോസ്റ്റ് മെൻസ്ട്രൽ ആയിട്ടൊക്കെ ഹോർമോണൽ ചേഞ്ചസും ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് മെനോപോസിൻ്റെ ടൈമിൽ. ഇങ്ങനെയൊക്കെ അല്ലാത്ത പക്ഷം നമ്മൾ യൂഷ്വലി നമ്മുടെ ചേഞ്ചിൽ തന്നെ ഉള്ളൊരു ബിഹേവിയറൽ ചേഞ്ച്, സാധാരണയിൽ കവിഞ്ഞ ഒരു തരം ഇറിറ്റേഷൻ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തോന്നുക, നിരാശ, കാരണമില്ലാതെ കരയുക, അത് ഒച്ചത്തിൽ കരയുക. സാധാരണ ഒച്ചത്തിൽ കരയുന്ന ഒരു പ്രശ്നമല്ല, പക്ഷേ ഇത് വളരെയധികം നമുക്ക് കാരണം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, പക്ഷെ സ്റ്റിൽ കരയാനായിട്ട് തോന്നുക. ഈ ഒരു സാഹചര്യം, ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളല്ലാതെ സാധാരണയായിട്ടിരിക്കുമ്പോഴും നമുക്ക് ഉറക്കം, നേരത്തെ പറഞ്ഞ സ്ലീപ്ലെസ്നെസ്, ഉറക്കമില്ലായ്മ, അതുപോലെ ഉറക്കം കൂടുതൽ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ആൾക്കാരോട് ദേഷ്യപ്രകടനം, പെട്ടെന്ന് ദേഷ്യം വരികയാണ്. ഇല്ലാത്ത സാഹചര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യപ്പെടേണ്ട അതല്ലാത്ത സാഹചര്യം, ചിലപ്പോൾ നല്ല തമാശ ഉറങ്ങി കഴിക്കുന്ന ഒരു സമയമായിരിക്കും, പെട്ടെന്നായിരിക്കും ഒരു ദേഷ്യം വന്ന് പെട്ടെന്ന് ഒരു എക്സ്പ്രഷൻ, ദേഷ്യത്തിൻ്റെതായിട്ടുള്ള ആങ്കർ എക്സ്പ്രഷൻ എന്നല്ലേ പറയാം, ആങ്കർ എക്സ്പ്രഷൻ കാണിച്ചിട്ട് ആ സീനിൽ നിന്ന് വിട്ടുപോവുക, പെട്ടെന്ന് പിണങ്ങുക. ഇത് സാധാരണ രീതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ അമിതമായി ഇത് കാണുകയാണ്. നമുക്കൊരു 2 വീക്സോളമൊക്കെ ഇങ്ങനെ ഈ ഒരു അവസ്ഥ നിലനിൽക്കുകയാണ്. അങ്ങനെ ആണെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഫുഡ് കഴിക്കുന്നത് ഒന്നെങ്കിൽ അണ്ടർ ഈറ്റിംഗ്, കംപ്ലീറ്റ്ലി ഒന്നും കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ്, കഴിച്ചുകൊണ്ടേയിരിക്കുക. സാധാരണ നമുക്ക് ആഹാരപ്രിയരാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കും, പക്ഷെ അങ്ങനെയല്ല, ഓവറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അതൊരു സ്ട്രെസ് ബഫറായിട്ട് ചെയ്യുന്നതാണ്. പലരും സ്ട്രെസ് ബഫറായിട്ട് നമ്മളിത് ചെയ്യാറുണ്ട്. എങ്കിലും അതിനുപരിയായി നമ്മൾ ചെയ്യുന്ന, അതായത് കൃത്യം പറയുകയാണെങ്കിൽ സാധാരണയായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെയേറെ, അത് നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ യൂഷ്വലി ഉറങ്ങുക എന്ന് പറയാൻ നല്ല കാര്യമാണ്. പക്ഷെ കൂടുതൽ എന്ന് പറയുന്നത് അതും വളരെ അമിതമായിട്ട് ആ ഒരു സാധാരണ നമുക്കുള്ള പോയിന്റിനേക്കാൾ കവിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു ഏകദേശം ഒരു 2 വീക്സ് ഒക്കെ നിലനിൽക്കുന്നുണ്ടോ, അത് തീർച്ചയായിട്ടും നമുക്കൊരു ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. ഇനി ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഇപ്പോൾ ഒരു 6 മന്ത്സ് വരെയൊക്കെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മെഡിക്കൽ ഹെൽപ്പ് കൂടെ ഒന്ന് നമുക്ക് നോക്കാം. കാരണം അതായത് ഒരു സൈക്യാട്രിസ്റ്റിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത്, കാരണം ഒരു ഡിപ്രസീവ് ഫേസ് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയുടെ ഒരു ഫേസ് ഒക്കെ നമ്മൾ ഒരു മൈൽഡ് നിന്ന് ഈവൻ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഒരുപക്ഷെ കാണുകയും ചെയ്യാം.